2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ മൂന്നാറിൽ നല്ല ട്രാഫിക് ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടത് കോഴിക്കോടാണ്. ഇത് കുറേ നാളായി പ്ലാൻ ചെയ്ത ട്രിപ്പാണ് കേട്ടോ. കോഴിക്കോട് ബിരിയാണിയും കല്ലുമ്മക്കായും കോഴിക്കോട് ഹൽവ ഒക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന് കുറേ ആയി പ്ലാൻ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഡേ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ റിസോർട്ടിൻ്റെ ഭംഗിയും അവിടുത്തെ ഫുഡും വൈബും ഒക്കെ പിടിച്ചു പോയിട്ട് ഫസ്റ്റ് ഡേ ഫുള്ളും അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. സെക്കൻഡ് ഡേ പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് അതും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതും അവിടെ തന്നെ കഴിച്ചിട്ട് നേരെ അടിപൊളി ബോട്ട് റൈഡിങ്ങിന് പോയി. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് വെള്ളം. എന്താ അറിയില്ല, എനിക്കൊരിക്കലും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ ഇസുവിന് ഒട്ടും പേടിയില്ലായിരുന്നു. അവൻ കൈയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. ഒരു രക്ഷയില്ലായിരുന്നു. ഫുഡും ആംബിയൻസ് സർവീസും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. അതിന് ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈമായി. പാരഗൺ ബിരിയാണി കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് വിഷു ആയതുകൊണ്ട് അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നേരെ നമ്മുടെ റഹ്മത്ത് പോയി ചിക്കൻ ബിരിയാണിയും കൂന്തൽ ബിരിയാണിയും കല്ലുമ്മക്ക ഒക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ മിഠായി തെരുവെന്ന് ഗൂഗിൾ ചേച്ചിയോട് ചോദിച്ചിട്ട് ഇവിടെയാണ് എത്തിയത്. ഇവിടെ നമ്മുടെ ബ്രോഡ്വേ പോലെ തന്നെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. കോഴിക്കോട് വന്നാൽ പിന്നെ ഹൽവ മിസ്സാക്കാൻ പറ്റില്ല. സോ അതും മേടിച്ച് നേരെ ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കൊച്ചിക്ക് വിട്ടു. 2 ദിവസം നല്ലോണം ഫുഡ് തട്ടിയത് കൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൂട്ട് മീൽ കഴിച്ചിട്ട് അങ്ങനെ നമ്മളുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു.